ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വളരെ ദേഷ്യത്തോടെ പുറത്തേക്ക് വന്ന അരുണിനെ സമാധാനിപ്പിക്കുകയാണ് വർമ്മയും ശ്യാമയും ഒക്കെ. മുറിയിലേക്ക് പറഞ്ഞു വിടുന്നു. അരുൺ മറിഞ്ഞു നിന്ന് നോക്കുന്നുണ്ട് അരുൺ വരുന്നോ എന്ന്. അങ്ങനെ അരുൺ വരുന്നു എന്ന് മനസ്സിലാക്കിയ ശേഷം വീണ്ടും അടവ് തുടങ്ങുകയാണ് ഐശ്വര്യ. അരുൺ എന്നോട് കാണിക്കുന്ന അവഗണനയ്ക്ക് ഇപ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് ഐശ്വര്യ വിചാരിച്ചിട്ട് ഒരു കരച്ചിൽ അഭിനയിക്കുകയാണ്. ബെഡിൽ കിടന്ന് കരയുന്നത് പോലെ ഐശ്വര്യ ആക്ട് ചെയ്യുന്നു. ഇത് കേട്ടുകൊണ്ട് അരുൺ അവിടേക്ക് വരുന്നു. അരുൺ കേൾക്കാൻ വേണ്ടി ഐശ്വര്യ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അരുൺ ഐശ്വര്യ കാണുന്നില്ല എന്ന് കരുതി അല്പം മാറി നിന്ന് ഐശ്വര്യ പറയുന്നത് കേൾക്കുകയും ചെയ്യുന്നു. എൻ്റെ ഗതി ഇതായല്ലോ ഭഗവാനെ, എനിക്ക് ഇങ്ങനെ തന്നെ വരണം. എനിക്ക് ആരുമില്ല, എന്നെ സ്നേഹിക്കാനും ആരുമില്ല. ഗർഭിണിയായ ഒരു ഭാര്യ, അതും അവളുടെ ചെറിയൊരു ആഗ്രഹം, അത് സാധിച്ചു തരാൻ പോലും ഇവിടെ ആരും ഇല്ലല്ലോ എൻ്റെ ഈശ്വര. ഇതെല്ലാം ഞാൻ എൻ്റെ ഭർത്താവിനോടല്ലാതെ വേറെ ആരോടാ പറയുന്നത്? ഒരു നിമിഷം എൻ്റെ അടുത്തിരിക്കാൻ, ഒന്ന് സ്നേഹത്തോടെ മിണ്ടാൻ അതിന് പോലും എൻ്റെ ഭർത്താവിന് സന്മനസ്സില്ലാണ്ട് പോയല്ലോ. എന്നോട് സ്നേഹമില്ലാത്തത് പോട്ടെ, ആരുടെ കുഞ്ഞാ എൻ്റെ വയറ്റിൽ കിടക്കുന്നത്? ആ കുഞ്ഞിനോട്, സ്വന്തം കുഞ്ഞിനോട് കുറച്ചിഷ്ടം, ഒരു സ്നേഹം, അതും ഇല്ലാണ്ട് പോയല്ലോ. ഞാനിത് എങ്ങനെയാ സഹിക്കുന്നത്? ജനിക്കാൻ പോകുന്ന എൻ്റെ കുഞ്ഞ് അത് വലിയ കഷ്ടത്തിലാകുമല്ലോ എൻ്റെ ദൈവമേ. ഈ സമയം ഒന്നും കേൾക്കാത്ത രീതിയിൽ അരുൺ അവിടേക്ക് വരുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ വീണ്ടും ഐശ്വര്യ ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിന്നപ്പോൾ അരുൺ അവിടേക്ക് വന്നിട്ട്, ഐശ്വര്യ വെറുതെ ഇങ്ങനെ കരയാതെ എന്ന് പറഞ്ഞ് ഐശ്വര്യയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത്രയും നേരം ഐശ്വര്യ കാണിച്ചതൊക്കെ സത്യമാണെന്ന് വെറുതെ വിശ്വസിക്കുകയാണ് അരുൺ. അരുൺ എത്തിയോ? പിന്നെ ഞാൻ എങ്ങനെ കരയാതിരിക്കും? അരുണിന് എന്നെ ഇഷ്ടമല്ലല്ലോ, ഒട്ടും ഇഷ്ടമല്ലല്ലോ. അരുൺ പറയുന്നു, അത് ഐശ്വര്യയെ തിരളിയില്ല, ഞാൻ തിരക്കിനിടയിൽ വാങ്ങിക്കാൻ പറ്റാതായി പോയതാണ്. എന്ത് തിരക്ക്? ഗർഭിണിയായ ആ ഭാര്യയുടെ ചെറിയൊരു ആഗ്രഹം പോലും സാധിച്ചു കൊടുക്കാൻ പറ്റാത്ത എന്ത് തിരക്ക് അരുണിനുള്ളത്? ഇത് കേട്ട് അരുൺ പറയുന്നു, ഐശ്വര്യ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിനെപ്പറ്റി ആലോചിച്ച് ഒരു വഴക്ക് വേണ്ട. ഇല്ല, ഞാനൊന്നും പറയുന്നില്ല, എല്ലാം എൻ്റെ വിഷമം കൊണ്ടല്ലേ. പോട്ടെ എന്ന് അരുൺ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ഐശ്വര്യ പറയുന്നു, ഞാനത് മറന്നു. കുറച്ച് സമയം അരുൺ എൻ്റെ അടുത്തിരിക്കെ, അത് എനിക്കൊന്ന് ഫ്രഷ് ആവണമായിരുന്നു എന്ന് അരുൺ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു, അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ, അരുൺ ഇങ്ങോട്ടിരിക്കേ. അങ്ങനെ അവരുടെ പിണക്കമൊക്കെ മാറി. അരുണെ ഇരിക്കെ, അരുണെ എന്ന് പറഞ്ഞ ഐശ്വര്യ അവിടെ അരുണിനെ പിടിച്ചിരുത്തുകയാണ്. ഐശ്വര്യ കാണിക്കുന്നത് സത്യമാണെന്ന് അരുൺ വിശ്വസിക്കുന്നു. കാല് നല്ല വേദന, ഗർഭിണിയല്ലേ, സ്വാഭാവികമാണെന്നാ അമ്മ പറഞ്ഞത് എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു, ശരിയാണ്, ഗർഭിണിയായാൽ കാലുവേദന ഉണ്ടാകും. അരുണിനെ ഗർഭിണികളെ പരിചരിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ളത് പോലെയാണല്ലോ പറയുന്നത്. അരുണെ ഈ കാലിന് തടവോ, നല്ല വേദന എന്നൊക്കെ ഐശ്വര്യ പറയുകയും ആ കാലെടുത്ത് അരുണിൻ്റെ മടിയിലേക്ക് വെച്ച് കൊടുക്കുകയും ചെയ്യുന്നു. നിവൃത്തിയില്ലാതെ ആദ്യം മടിച്ചിരിക്കുകയായിരുന്നു അരുൺ. പിന്നീട് എന്താ മടിച്ചിരിക്കുന്നത്, തടവരുൺ എന്ന് ഐശ്വര്യ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. അങ്ങനെ ചെറുതായിട്ട് അരുൺ ഒന്ന് തടവി. ഇങ്ങനെയല്ല, ശരിക്കും വേദന പോട്ടെ, തടവ് എന്നൊക്കെ ഐശ്വര്യ വീണ്ടും പറയുന്നു. അങ്ങനെ അരുൺ ഐശ്വര്യയുടെ കാല് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാല് പിടിക്ക്, എൻ്റെ കാല് പിടിക്ക്. ഗർഭത്തിൻ്റെ പേരിൽ അരുൺ ഇനി എന്തെല്ലാം അനുഭവിക്കാൻ പോകുന്നു എന്നറിയോ? തടവ്, അരുണിനെ കൊണ്ട് ഞാൻ തടവിപ്പിക്കും എന്നൊക്കെ ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അഖിൽ ശ്യാമയ്ക്ക് സമ്മാനം കൊണ്ടുവന്നിരിക്കുകയാണ്, തേൻ നെല്ലിക്ക. ആ തേൻ നെല്ലിക്ക അഖിൽ തന്നെ ശ്യാമയ്ക്ക് എടുത്ത് കൊടുത്തു. വളരെ സന്തോഷത്തോടെ ശ്യാമ ആ തേൻ നെല്ലിക്ക കഴിക്കുകയാണ്. എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. നന്നായിട്ടുണ്ട്, നല്ല രുചി എന്നൊക്കെ ശ്യാമ പറയുന്നു. ഈ തേൻനെല്ലിക്ക കഴിച്ചാലേ ജനിക്കുന്ന കുഞ്ഞിനും ശ്യാമയെ പോലെ നല്ല സൗണ്ട് ഉണ്ടാകും, നല്ല പാട്ട് പാടാനും സാധിക്കും. ദേ ഇതും കൂടി കഴിച്ചേ എന്ന് പറഞ്ഞ് അഖിൽ കൊടുക്കുന്നു. അവിടെ ഇരിക്കട്ടെ, ഞാൻ കഴിച്ചോളാമെന്ന് ശ്യാമ പറയുന്നു. നമ്മുടെ കുഞ്ഞിനും നന്നായിട്ട് പാടാൻ പറ്റട്ടെ. ഇരിക്കട്ടെ ശ്യാമ പറയുന്നു. കണ്ണൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം നടക്കും. ശ്യാമയ്ക്ക് എപ്പോഴും കണ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാവുമല്ലോ എന്ന് അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു, ശരിയാണ്, കണ്ണൻ്റെ അനുഗ്രഹമാണ് ഇപ്പോൾ നമ്മുടെ ജീവിതം പഴയതുപോലെ സന്തോഷമായിട്ട് വരുന്നത്. നമ്മുടെ ജീവിതം സന്തോഷത്തിലായി വരുന്നു, പക്ഷേ അരുണേട്ടൻ്റെ ജീവിതം സങ്കടത്തിലേക്കാണല്ലോ. അതാ എനിക്കിപ്പോൾ വിഷമം തോന്നുന്നത് എന്ന് അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു, അരുണേട്ടൻ്റെ ജീവിതം നേരെയാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ദിവസം ചെല്ലും തോറും ഐശ്വര്യ അടുത്ത് പ്രശ്നമായി വരികയാണ്. ഐശ്വര്യ അടുത്ത് എന്തിനാ ദിവസം ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? എത്ര ആലോചിച്ചിട്ടും അവരുടെ സ്വഭാവം എനിക്ക് മനസ്സിലാകുന്നില്ല. ശ്യാമയെ പോലെ പ്രഗ്നൻ്റ് ആണ് ഐശ്വര്യ അടുത്ത്. പലപ്പോഴും ആ ചിന്ത പോലും അവർക്ക് ഇല്ലാണ്ട് പോകുന്നു. ഞാൻ ശ്യാമയുടെ മുന്നേ പറഞ്ഞിട്ടില്ലേ, ഇപ്പോൾ ഐശ്വര്യ അടുത്ത് ഓവർ ആക്ടിങ് കാണിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും അവരുടെ ഓട്ടവും ചാട്ടമൊക്കെ കണ്ടാലേ അവർ ശരിക്കും ഗർഭിണി അല്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇത് കേട്ട് ശ്യാമ പറയുന്നു, ഐശ്വര്യയുടെ പ്രകൃതമാണ് അത്, അതുകൊണ്ട് അങ്ങനെ തോന്നുന്നത്. അവർ മനസ്സിൽ തോന്നുന്നത് അപ്പോഴും തന്നെ പ്രതികരിക്കുമ്പോൾ ഒന്നിനും ക്ഷമയുണ്ടാവില്ല. അത് ഐശ്വര്യയുടെ രീതിയാണ്. അല്ലെങ്കിലും പ്രഗ്നൻസി ടൈമിലെ എല്ലാ സ്ത്രീകളും ഒരുപോലെയല്ല. അവർ ഭർത്താവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് വ്യത്യസ്ത രീതിയിലായിരിക്കും. ഭർത്താവ് തൻ്റെ അടുത്ത് തന്നെ വേണമെന്ന് എല്ലാ സ്ത്രീകൾക്കും ഉള്ളതാണ്.
അഖിൽ സാർ ഞാനേ എന്ന് പറഞ്ഞ എൻ്റെ കൂടെയുണ്ട്. പക്ഷെ അരുണേട്ടൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ. അശ്വതിയുടെയും കുഞ്ഞിൻ്റെയും കാര്യം ഓർത്തുള്ള ടെൻഷൻ എപ്പോഴും അത് ഐശ്വര്യയുടെ മനസ്സിലുണ്ടാവും. സമയം കിട്ടിയാൽ ഐശ്വര്യടുത്ത് വിട്ട് അരുണേട്ടൻ പോകുമോ എന്നൊരു സംശയം ഐശ്വര്യടുത്തേക്ക് ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. അതിനിങ്ങനെ ദേഷ്യപ്പെടുകയും ബഹളം വയ്ക്കുകയും ചെയ്യണോ? തിരിച്ച് അരുണേട്ടനോട് സ്നേഹം കാണിക്കുകയല്ലേ വേണ്ടത് എന്ന് അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു, അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരും ഒരുപോലെ അല്ല ചിന്തിക്കുന്നതെന്ന്. അപ്പോൾ അവരുടെ പെരുമാറ്റ രീതിയിൽ മാറ്റം വരുമെന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു, എല്ലാം ശരിയായിരിക്കാം, പക്ഷേ ഐശ്വര്യടുത്തിയുടെ ഈ സ്വഭാവവും പെരുമാറ്റവും പ്രശ്നം കൂടുതൽ രൂക്ഷമാകത്തല്ലേ ഉള്ളൂ. അവരുടെ സ്വഭാവം കണ്ടല്ലേ എത്ര ക്ഷമയുള്ളവരാലും ശരി അവരെ വിട്ടേച്ച് എവിടെയെങ്കിലും ഓടിപ്പോകും. അതിപ്പോൾ അരുണേട്ടനും ഐശ്വര്യത്തെ കുറച്ചുകൂടി കെയർ ചെയ്യേണ്ടതായിരുന്നു. ഐശ്വര്യത്തെ ആഗ്രഹിച്ചത് അരുണേട്ടൻ കൊണ്ടുവന്നില്ല, അതാ ഇപ്പോൾ പ്രശ്നമായത്. ഇപ്പോൾ അഖിൽ സാർ എന്നെ തേനെല്ലിക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ എനിക്ക് വിഷമാവില്ലേ? ഒന്ന് ഓർത്ത് നോക്കിയേ, എനിക്ക് സങ്കടാവും. ഐശ്വര്യയുടെ സ്വഭാവം മറ്റൊന്നാണ്. അവർ ബഹളം വെച്ചു, അത്ര തന്നെ. അരുണേട്ടന് അഖിൽ സാറ് കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുക്കണം. ഈ സന്ദർഭത്തിൽ ഐശ്വര്യയുടെ കുറച്ചുകൂടി അടുപ്പവും സ്നേഹവും കാണിക്കാൻ പറയണം. ഇത് കേട്ട് അഖിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ശ്യാമ പറയുന്നത് ശരിയാണ്, പക്ഷേ ആ സംശയം എനിക്ക് ഇപ്പോഴുണ്ട്, ഐശ്വര്യടുത്ത് ശരിക്കും പ്രഗ്നൻ്റ് ആണോ എന്നുള്ളത് എന്ന് അഖിൽ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് കമ്പനിയിൽ ആ സീറ്റിലിരിക്കുകയാണ്. അഖിൽ ഇങ്ങനെ ഇപ്പുറത്തെ സീറ്റിൽ ഇരുന്നു കൊണ്ട് പറയുന്നു, എന്തായാലും ആദ്യേട്ടൻ്റെ തുടക്കം നല്ലതാണ്. 20 കോടി ബിസിനസ് എന്നൊക്കെ പറഞ്ഞാൽ അതും അമേരിക്കൻ കമ്പനി, എന്തായാലും നമ്മുടെ കമ്പനി രക്ഷപ്പെടും. ഇത് കേട്ടുകൊണ്ട് അരികിൽ ആ സ്റ്റാഫ് ഉണ്ട്, അതായത് ഐശ്വര്യയുടെ ബെസ്റ്റി ആയിട്ടുള്ള ഒരു സ്റ്റാഫ്. ഇത് ശ്യാമയും അരികിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു. ഓർഡർ കിട്ടിയത് ശരിയാണ്, പക്ഷേ അവരോട് കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ സംസാരിച്ചില്ല. മുംബൈയിൽ അവർക്കൊരു ഓഫീസുണ്ട്, അവരുമായി ഞാൻ സംസാരിച്ചു എന്നാൽ മതി. നമുക്ക് യോജിച്ച ഡീലായിരുന്നെങ്കിൽ അത് ഉറപ്പിക്കാമായിരുന്നല്ലോ. അധികം കാത്തിരിക്കാൻ പറ്റില്ലല്ലോ. ഈ അവസരം തട്ടിയെടുക്കാൻ കാത്തിരിക്കുന്ന വേറെ ഒരുപാട് കമ്പനികളുണ്ട്, അതുകൂടി നമ്മൾ നോക്കണ്ടേ. ശ്യാമയെ കറക്റ്റാണ് പറയുന്നത്, പക്ഷേ അഖിയും ശ്യാമയും ആ അമേരിക്കൻ കമ്പനിയുടെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ടും പഠിക്കണം. എന്നിട്ട് ഈ ഡീൽ ഉറപ്പിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം, അതാണ് നിങ്ങൾ വിളിച്ചത്. ഇത് കേട്ട് അഖിൽ പറയുന്നു, ഏട്ടൻ ആ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തതല്ലേ, പിന്നെ എന്താണ് വിഷയം? അതല്ല അഖി, ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്ത് പലപ്പോഴും ശരിയാവില്ല. പ്രത്യേകിച്ച് നമ്മുടെ കമ്പനി അങ്ങനെ ഒരു അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ സഹായം ഞാൻ തേടിയത്. ആനന്ദേട്ടാ, അതിന് എൻ്റെ സഹായത്തിനും ഞാനും ശ്യാമയും ഒപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞതല്ലേ. അങ്ങനെയാണെങ്കിൽ ആ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് തന്നേച്ചേക്ക്, ഒന്ന് നോക്കാമല്ലോ എന്ന് ശ്യാമ. അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ ആ സ്റ്റാഫ് ശ്യാമയ്ക്ക് കാട്ടിക്കൊടുക്കുന്നു. ഇതിൽ എന്തെങ്കിലും പണി ഒപ്പിക്കാൻ പറ്റുമെന്ന് ആലോചിക്കുകയാണ് ആ സ്റ്റാഫ്. തിടുക്കമൊന്നും വേണ്ട, സാവകാശം മതി, പിന്നെ ഇതിനൊരു പിഴവ് പറ്റാൻ പാടില്ലെന്ന് ആദി പറയുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് അഖിലിൻ്റെ മെയിലേക്ക് സെൻഡ് ചെയ്തേക്കെന്ന് സ്റ്റാഫിനോട് ആദി പറയുന്നു. അവരത് ചെയ്യുന്നുണ്ട്. സാർ ഡീറ്റെയിൽസ് അയച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. എന്നിട്ട് ശേഷം ആ സ്റ്റാഫ് ആരുടെയും കണ്ടിൽപ്പെടാതെ ഐശ്വര്യയെ വിളിച്ചു. മേഡം എന്നോട് പറഞ്ഞത് ഒരു ഗോൾഡൻ ചാൻസ് ഒത്തു വന്നിട്ടുണ്ട്. മേഡം, ഒരു അമേരിക്കൻ കമ്പനി 20 കോടിയുടെ ബിസിനസ്സാണ് നമ്മുടെ കമ്പനിയുമായിട്ട് ചേർത്തേക്കുന്നത്. ആണോ? ഇതെങ്ങനെ ശരിയായി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ഐശ്വര്യ പറയുന്നുണ്ട്. അത് ആദിത്യൻ സാർ MD ആയിട്ട് വന്നതിൻ്റെ ഭാഗ്യമാണെന്ന് അഖിൽ സാറ് പുകഴ്ത്തി പറയുന്നത്. ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് കൂടുതൽ സെർച്ച് ചെയ്യാൻ അഖിൽ സാറിനെയും ശ്യാമ മേഡത്തിനെയും ഏൽപ്പിച്ചിരിക്കുകയാണ്. അവർ രണ്ടാളും പറഞ്ഞതനുസരിച്ചാവും ആദിത്യൻ സാറ് കമ്പനിയുടെ ഡീൽ ഉറപ്പിക്കുന്നത്. മേഡം പറഞ്ഞ ഐഡിയ നമുക്ക് ഇവിടെ പ്രയോഗിച്ചാലോ എന്നാ സ്റ്റാഫ് പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു, ശരിയാണ്, ഇത് നല്ലൊരു അവസരമാണ്. നീ തൽക്കാലം എന്താണ് അവരുടെ നീക്കമെന്ന് ശ്രദ്ധിക്കുക, ബാക്കി കാര്യം പിന്നെ. അപ്പോൾ ഐഡിയ ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ അവർ ഫോൺ വെച്ചു. എൻ്റെ സ്ഥാനത്ത് ആ ശ്യാമ കയറിയിരിക്കുന്നത്. അഖിയാണ് എല്ലാത്തിനും അധികാരം. ആദ്യേട്ടനും ഭാര്യയും ഭർത്താവും കീരിയും പാമ്പിനെയും പോലെ ശത്രുക്കളാവും. അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാമെന്ന് ഐശ്വര്യ വിചാരിച്ചു. പിന്നീട് കാണിക്കുന്നത് എപ്പോഴും അരുണിനെ ഓർത്തിരിക്കുകയാണ് ശ്രീകുട്ടി. അവിടേക്കൊരു കാറ് വരുന്നു. അരുണങ്ങളായിരിക്കുമോ എന്ന് സന്തോഷത്തോടെ വിചാരിക്കുകയാണ് ശ്രീകുട്ടി. എന്നിട്ട് സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. എന്നാൽ വന്നിരിക്കുന്നത് ജയേഷാണ്. ജയേഷ് ഒരു പുഞ്ചിരിയോടെ വാഹനത്തിൽ നിന്നും ഇറങ്ങിയതും പെട്ടെന്ന് ശ്രീകുട്ടിയുടെ മുഖം മാറി. അമ്മേ എന്ന് പറഞ്ഞ് അമ്മയെ വിളിക്കാൻ അകത്തേക്ക് പോകാൻ തുടങ്ങുകയാണ് ശ്രീകുട്ടി. അടങ്ങി നിൽക്കുമോളെ, അങ്കിൾ പറയട്ടെ എന്ന് ജയേഷ് പറയുന്നു. ഓടി അവിടേക്ക് അശ്വതി എത്തി. എന്നിട്ട് ശ്രീകുട്ടിയെ ഇങ്ങോട്ട് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ് ജയേഷിന്റെ കയ്യിൽ നിന്നും. അപ്പോഴാണ് ഡോറ് തുറന്ന് ഒരാളും കൂടി ഇറങ്ങി വരുന്നത്. മോളെ വിട്ടുകളയാനല്ല, ചേർത്ത് പിടിക്കാനാണ് ഞങ്ങൾ വന്നത് എന്ന് ജയേഷിന്റെ അമ്മ പറയുന്നു. മോള് പേടിച്ചു പോയോ? മോള് പേടിക്കണ്ട കേട്ടോ എനിക്ക് ആ സ്ത്രീ പറയുകയാണ് ശ്രീകുട്ടിയോട്. അല്ല, ഇതാര് എന്ന് അശ്വതിയുടെ അമ്മ പറയുന്നു. വനജിച്ച് സുഖമല്ലേ? കുറെ ദിവസമായി ഒന്ന് ഇവിടം വരെ വരണമെന്ന് ജയേഷ് നിർബന്ധിക്കുകയാണ്. വനജിച്ച് കാണാം. അശ്വതിയും ശ്രീകുട്ടി മോളെ ഞാനും കൂടി വന്ന് കാണണമെന്ന് ജയേഷിന് ഒരു വാശി. എന്നാണ് സമയം കിട്ടിയത്. ഇത് കേട്ട് ജയേഷ് പറയുന്നു, അശ്വതിക്ക് മനസ്സിലായോ? ഇതെന്റെ അമ്മയാണ്.
മോക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മോൾക്ക് നീ എപ്പോഴും കാണേണ്ടതും സ്നേഹിക്കേണ്ടതും ഒക്കെ ഈ മുത്തശ്ശിയുമായിരിക്കും. വന്ന കാലം നിൽക്കാതെ രണ്ടുപേരും കൂടി അകത്തേക്ക് വാ, അകത്തിരുന്ന് സംസാരിക്കാമെന്ന് വനജ പറയുന്നു. അമ്മ അത് എന്നെ അശ്വതി പറഞ്ഞപ്പോൾ എന്താ എന്നെ ദേഷ്യത്തോടെ വനജ അശ്വതിയോട് പറയുന്നു. കുടിക്കാനോ ചായയോ കാപ്പിയോ മറ്റോ വേണോ എന്ന് ചോദിക്കാനാ. ഒന്നും വേണ്ട എന്ന് ജയേഷ് അശ്വതിയോട് പറയുന്നു. അമ്മ എൻ്റെ അമ്മയ്ക്ക് ചിലത് സംസാരിക്കാനുണ്ട്, ഞങ്ങൾക്ക് ഉടൻ തന്നെ പോവുകയും വേണം എന്നും ജയേഷ് പറയുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.